സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരം. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് സംഖ്യാശാസ്ത്രം എന്താണെന്നും അത് നമുക്കെങ്ങനെയാണ് ഗുണകരമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. പൗരാണികമായ അല്ലെങ്കിൽ പുരാതന ശാസ്ത്രകർത്താക്കളെല്ലാം മറ്റുള്ള ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയതുപോലെ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണങ്ങളും ഒക്കെ നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളും ആ ഭാരതത്തിൻ്റെ അറിവുകളും ആ കൂട്ടത്തിൽ നമുക്ക് സംഖ്യാശാസ്ത്രത്തെ സംബന്ധിച്ച് നമുക്ക് ഋഷീശ്വരന്മാർ നല്ലൊരു അറിവ് നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതെന്നൊക്കെ നമുക്കിന്നൊരു ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഞാൻ 1 മുതൽ 7 വരെയുള്ള സംഖ്യകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ 1 മുതൽ നിങ്ങൾ നാമാക്ഷരങ്ങൾ എഴുതി കൂട്ടിയാൽ വരുന്ന സംഖ്യകൾ ഏതാണോ അത് ആ നാമാക്ഷരങ്ങളെ സംബന്ധിച്ച് ആ സംഖ്യകൾ എഴുതിക്കൊണ്ട് 7 വരെയുള്ള സംഖ്യകളാണെങ്കിൽ കഴിഞ്ഞ അധ്യായങ്ങൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ ഇനി പറയാൻ പോകുന്നത് 8 എന്ന് പറയുന്ന ആ സംഖ്യയാണ്. അതായത് ABCD E എന്നുള്ള 5 അക്ഷരങ്ങൾ ക്രമത്തിൽ 1 മുതൽ 5 വരെയുള്ള സംഖ്യകളാണെന്ന് നമ്മൾ അറിയുക. BKR 2 AIJY ഇതെല്ലാം 1 സംഖ്യ. CGLS ഇത് 3 സംഖ്യയായിട്ട് വരും. DMT 4 അതിൻ്റെ സംഖ്യ. EHNX ഇതെല്ലാം 5 സംഖ്യയായിട്ട് വരും. UVW ഇത് 6 സംഖ്യ. OZ 7 സംഖ്യയായിട്ട് വരിക. FP ഇത് 2 8 സംഖ്യയായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ അക്ഷരങ്ങൾക്ക് അക്കങ്ങളെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനുസരിച്ച് നിങ്ങളുടെ നാമാക്ഷരങ്ങൾ പരസ്പരം എഴുതി കൂട്ടിയിട്ട് MKK നായർ എന്നെഴുതിയാൽ നമുക്ക് മിക്കവാറും ഈ 8 എന്നുള്ള സംഖ്യകൾ നമുക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളെന്ന പേരെഴുതി വെച്ചിട്ട് ആ പേരിൽ നമുക്ക് ഇനിഷ്യൽ സഹിതം പേരെങ്ങനെ എഴുതി വയ്ക്കുക. ആ പേരെഴുതി വെച്ചിട്ട് ഈ അക്കങ്ങൾ തമ്മിൽ ഇട്ടിട്ട് അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് 8 നിങ്ങളുടെ സംഖ്യയായിട്ട് വരുന്നെങ്കിൽ ആ 8 എന്ന് പറയുന്ന സംഖ്യ എന്താണ് നമുക്ക് ഫലം തരുന്നതെന്ന് നമുക്കൊക്കെ ഒന്ന് പരിശോധിക്കാം. 8 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് അതിൻ്റെ ഗ്രഹം എന്നുള്ളത് ശനിയാണ്. അപ്പോൾ ശനി വ്യാധിമൃത്യു ദുഃഖകാരകനായ ശനിയാണ് വരുന്നത്. ആ ശനി ഏറ്റക്കുറച്ചിലോടുകൂടി നമുക്ക് ജീവിത നിലവാരത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടും കുറച്ചുകൊണ്ടും വരാനുള്ള സാധ്യതകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നുള്ളത് വരുന്നു. ചില രോഗങ്ങൾ അവർക്ക് പ്രത്യേകം പെട്ടെന്ന് പിടികൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ അക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ അക്കങ്ങളെ സംബന്ധിച്ച് വേറെയും വരുന്നത് വ്യാധി മൃത്യു ദുഃഖകാരകത്വം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ശനി ജാതകത്തിൽ യോഗകർത്താവായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഈ ശനി നമുക്ക് ഗുണകരമായ മാറ്റങ്ങളും ആ ഗ്രഹം നമ്മൾ എന്തുകൊണ്ടാണ് ആ ഗ്രഹത്തെ പിടിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗ്രഹത്തെ പിടിച്ച് ചിന്തിക്കുമ്പോഴേയും ആ ശനി എന്ന് പറയുന്നത് ജാതകം കൂടെ പരിശോധിച്ചാൽ അതിലെ യോഗകർത്താവെന്ന് പറയുമ്പോഴത്തേക്ക് ശനി മകരകുംഭങ്ങളിലോ അല്ലെങ്കിൽ തുലാൻ രാശിയിലോ നിൽക്കുകയും വിശേഷിച്ചും മീനൻ ധനുരാശികൾ നിൽക്കുന്ന ശനി നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ യോഗം വരണമെന്നുണ്ടെങ്കിൽ 4, 7, 10 രാശികളിൽ ശനി വരികയും അതിൽ ശനി ഉച്ചം, സ്വക്ഷേത്രം, മൂലക്ഷേത്രം ഈ രാശികൾ വഹിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഭാഗ്യ നമ്പർ 8 വരികയും ആ 8ൻ്റെ ഗ്രഹം ശനിയാണെന്ന് വരികയും ചെയ്താൽ നിങ്ങൾക്ക് ജീവിതം വളരെ സമ്പൂർണ്ണകരമായ ഒരു ഗുണനിലവാരത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പറയാം. ശനി പൊതുവെ ഒരു പാപഗ്രഹമാണെന്നും ശനിക്ക് നേരത്തെ പറഞ്ഞതായ കാരകത്വം അനുസരിച്ച് അതിൻ്റേതായ ദോഷങ്ങളുണ്ടെന്നും ഒക്കെയാണ് പറയുന്നതെങ്കിലും ശനി നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രായം കൊണ്ടും സാഹചര്യവശാലും അതുണ്ടാകുകയല്ലാതെ അതല്ലാത്തവർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറുപ്പകാലങ്ങളിൽ തന്നെ ചില രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യതയും അവർക്ക് ഉണ്ടെന്നാണ് പറയാറുള്ളത്. വിശേഷിച്ചും വായുകോപങ്ങളെല്ലാം നമുക്ക് അവിടെ കൂടുതലായിട്ട് വരും. വിശേഷിച്ചും ജാതകത്തിൽ 6, 8, 12 ഭാവങ്ങളിലൊക്കെ ശനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കടവും ബാധ്യതകളുമൊക്കെ നമുക്ക് വരാൻ യോഗം വന്നേക്കും.
അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. കടവും ബാധ്യതകളൊന്നും ഇല്ലാതെ വസ്തുപ്പം ജാതകം വിശദമായിട്ടൊന്ന് പരിശോധിക്കുന്ന ഈ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഈ ശനി 8 എന്ന് പറയുന്ന ഭാഗ്യ നമ്പറായിട്ട് നിങ്ങൾ കണക്കെടുക്കുമ്പോഴത്തേക്ക് ആ ഭാഗ്യ നമ്പറിൽ നമുക്ക് വരുന്ന ശനിക്ക് ദോഷമായിട്ടാണ് ജാതകം കാണുന്നതെങ്കിൽ നമുക്കതിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ദോഷമായിട്ട് നമുക്ക് കാണുന്നെങ്കിൽ അതിന് ഗുണകരമാക്കി മാറ്റിയെടുക്കാനുള്ള പ്രാർത്ഥനകളും വിശേഷിച്ചും ഇന്ദ്രനീലമെന്ന് പറയുന്ന രക്തം നമ്മൾ നല്ല 2 കാരറ്റിലെങ്കിലും കുറയാത്ത തരത്തിൽ അത് ശരീരത്തെ സ്വർണ്ണത്തിൽ കെട്ടി മോതിരമായിട്ടോ ലോക്കറ്റായിട്ടോ ധരിക്കുന്നതും നല്ലതാണ്. ശാസ്താവിനെ നിങ്ങൾ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് നന്നായിരിക്കും. ശാസ്താവ് ശനീശ്വര പൂജ, ആ ധർമ്മശാസ്താവിനെ നമ്മൾ അഷ്ടോത്തര ശതനാമ പുഷ്പാഞ്ജലികളും മറ്റുമൊക്കെ ചെയ്തും പ്രദക്ഷിണം ചെയ്തും 5 പ്രദക്ഷിണം ശാസ്താവിന് ചെയ്തുമൊക്കെ ജീവിത നിലവാരത്തിന് കുറച്ച് നമ്മൾ അതൊരു ഉപാസനയാക്കി മാറ്റി കൊണ്ടുപോയാൽ നമുക്കത് ആ ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് ജാതകത്തിൽ നിന്നല്ല ഈ നമ്പറിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് വിശേഷമായ ദോഷങ്ങളെ മാറ്റിയെടുത്ത് ഗുണകരമല്ലാത്ത ജാതകത്തിൽ നിന്നും നമുക്ക് ഗുണകരമാക്കി തീർക്കുന്നതിന് ഉപയുക്തമായ പരിഹാരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വല്ലപ്പോഴും പോയി ശാസ്ത്രക്ഷേത്രത്തിൽ പോകുന്നതിന് പകരം നമ്മൾ ശാസ്താവിനൊരു ഉപാസനാമൂർത്തിയായിട്ട് എടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെ ചെയ്താൽ നമുക്ക് രോഗശാന്തി ഉണ്ടാവുകയും നമുക്ക് ജീവിത നിലവാരങ്ങളെ നല്ല നല്ല തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടാനും വിദേശങ്ങളിൽ പോയൊക്കെ ജോലി ചെയ്തും വിദേശത്തല്ലെങ്കിൽ സ്വദേശത്തല്ല ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലങ്ങളിലോ ഞങ്ങളുടെ ബിസിനസ്സിലായാലും ശരി ജോലി സംബന്ധമായ കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ നമുക്ക് സർക്കാർ ജോലിയിലായിരുന്നാലും ഏതൊരു രംഗത്തിരുന്നാലും നിങ്ങൾക്ക് അത് നമുക്ക് സന്തോഷകരമാക്കി തീർക്കാൻ നമുക്ക് കഴിയുന്നതാണ്. പിന്നെ ഇങ്ങനെ വന്നിരുന്നാലും ഭാര്യാപരമായിരിക്കുന്ന ചില ദുഃഖങ്ങളോ ക്ലേശങ്ങളോ നമുക്ക് വരേണ്ട സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൂടാ. അതായത് കുടുംബജീവിതത്തിൻ്റെ നിലവാരം, കുടുംബജീവിതത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായിക്കൂടെ എന്ന് സംശയിക്കപ്പെടേണ്ടുന്നതാണ് ആ ശനിയുടെ ലക്ഷണങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാൽ ആ കുടുംബജീവിതം സുഖകരമാക്കി സന്തോഷകരമാക്കാൻ നമുക്ക് നേരത്തെ പറഞ്ഞ ദോഷങ്ങളെന്ന് പരിശോധിച്ചുകൊണ്ട് പിന്നെ ഇവിടെയും നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ ജാതകത്തിലും ശനിയും അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പാപഗ്രഹങ്ങൾ കൂടി 7ാമത്തെ രാശിയിൽ നിൽക്കുകയോ ശുക്രന് പാപമധ്യസ്ഥതയോ പാപയോഗങ്ങളോ വരികയോ ചെയ്തിരുന്നാലും നമുക്ക് ഈ പറയുന്ന ദോഷങ്ങൾ കൂടാനും അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകൾ കൂടുതൽ വർദ്ധിക്കാനും ഒന്നിലധികം വിവാഹബന്ധങ്ങൾ ഉണ്ടാക്കിക്കാനും അതല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ഇഷ്ടപ്പെട്ടൊരു വിവാഹബന്ധത്തിലേക്ക് പോയിട്ട് തിരിച്ച് പിന്നെ മറ്റൊന്നിലേക്ക് പോകാനും അങ്ങനെ ആ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത നമുക്ക് കുറയുന്നതിനുള്ള സാധ്യതകൾ ഇരിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ പരിഹാരങ്ങൾ കുറച്ചുകൂടെ ശക്തിമുക്തമായിട്ട് നമ്മൾ ചെയ്തുകൊള്ളുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എന്തെല്ലാം നമുക്ക് കുറച്ച് കാലം നമുക്ക് നല്ലതുപോലെ മേൽപോട്ട് നല്ല ഉത്ഗതി ഉണ്ടായിട്ട് പിന്നെ ആ ഉത്ഗതിയിൽ നിന്ന് താഴോട്ട് വരേണ്ടതാണ്. അപ്പോൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും നമുക്ക് നേരത്തെ പറഞ്ഞ അഡ്വാൻസായിട്ട് പല ഈ ആപത്തടുത്തിരിക്കും കാലത്തിങ്കൽ സജ്ജനഭാഷിതം ശോഭിക്കയില്ലടോ എന്ന് രാമായണ വാക്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന പരിഹാരങ്ങൾ ആപത്ത് വരുന്ന സമയത്ത് മാത്രം പോയി ചെയ്യുകയല്ല, അതിനു മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ എന്താണ് ജ്യോതിഷത്തിൻ്റെ ധർമ്മം തന്നെ അതാണ്. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സംഖ്യാശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും മറ്റ് ഭാവി വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഏതൊരു ശാസ്ത്രശാഖയും മനുഷ്യൻ്റെ ഗുണനിലവാരത്തെ പിടിച്ചു നിർത്തും, ഗുണനിലവാരം എങ്ങനെ കൊണ്ടുവരാമെന്നും ആപത്തുകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാമെന്നും ചിന്തിക്കപ്പെടുന്നതാണ്. ചിന്തിക്കാൻ വേണ്ടിയും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്നതിനുമാണ് ജ്യോതിഷത്തിൻ്റെ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളുടെയും കർത്തവ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ശനിയുടെ നെഗറ്റീവായ വശങ്ങളെ നമുക്ക് മാറ്റി ശരിയായ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇത് ഇടവരുത്തും. അതുകൊണ്ട് നിങ്ങൾ ആ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞിരിക്കാതെ ആ ഉള്ളതിന് ദോഷം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് അതിനെ പോസിറ്റീവായി കൊണ്ടുവരാനുള്ള മാനസികമായ ഒരു ആർജവം, ഒരു ഊർജ്ജസ്വലത നമ്മളെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് അത് ശക്തിമുക്തമായിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഇന്ദ്രനീല രത്നമെന്ന് പറയുന്നത് വേറെയും നമുക്ക് പല സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ 2 രത്നങ്ങൾ തന്നെ നമ്മളെ 2 കാതുകളിലായിട്ട് കമ്മലായിട്ട് നമുക്ക് ധരിക്കാവുന്നതാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ 3, 3, 6, 3 രത്നങ്ങൾ 1.5 വെച്ച്
1.5 ക്യാരറ്റ് വീതം വെച്ച് 3 ലോക്കറ്റായിട്ടും അത് പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ചെയ്യാം. അപ്പോൾ 2-ൽ കൂടുതൽ നിൽക്കുന്ന 4 ക്യാരറ്റ് വരെയൊക്കെ ആകുന്നതിലും നമുക്ക് ദോഷമില്ല എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് അവരുടെ ശനിയുടേതായ ഒരു ഫലം. പിന്നെ ഈ 8 പറയുന്ന സംഖ്യ എവിടെയാണ്? 8 പറയുമ്പോൾ നമുക്ക് 26, 8, അപ്പോൾ 2 കൂട്ടിയാൽ നമുക്ക് ഈ പറയുന്നതായ 8 പറയുന്ന സംഖ്യ വരുന്ന തീയതികളും കണക്കെടുത്തുകൊള്ളുക. അങ്ങനെയുള്ള തീയതികളിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ അവർക്കൊക്കെ തന്നെയാണ് ഈ 8 പറയുന്ന സംഖ്യ. നാമാക്ഷരം കൂട്ടിയാലും ഈ പറയുന്നതൊക്കെ എല്ലാം 2 ഭാഗ്യസംഖ്യകളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഭാഗ്യസംഖ്യ എന്ന് പറയുമ്പോൾ ഭാഗ്യം വരണമെന്ന് വിചാരിച്ചാണല്ലോ ഈ സംഖ്യ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത്. ഇനി നമ്മൾ മൊത്തം ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് കൂട്ടിയാൽ തന്നെയും 7, 9 എന്ന 2 സംഖ്യകൾ 7 മാസം 9 തീയതി അതിൽ കുറച്ച് കഴിഞ്ഞാൽ ആ സംഖ്യ ബാക്കിയുള്ള സംഖ്യകളെ ഒത്തുകൂട്ടിയിട്ട് അതെടുക്കുന്നതും ഭാഗ്യസംഖ്യയായിട്ട് കണക്കിലെടുക്കാം. ഇത് രണ്ടുമൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിരന്തരമായ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിക്കൊള്ളുക. നടത്തിയാൽ നമുക്ക് വിജയിക്കുന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ 8 പറയുന്ന സംഖ്യയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ ഈ 8 പറയുമ്പോൾ വേറൊരു കാര്യമുള്ളത്, നമുക്ക് 8 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വരുന്ന രാശിയുടെ ഒരു ഗുണനിലവാരം കൂടെ ഇതിനകത്തുണ്ട്. രാശി എന്ന് പറയുമ്പോഴത്തേക്ക് ശനി ഏത് രാശിയിലാണോ നമുക്ക് ആ സംഖ്യ എത്രയാണ് നമുക്ക് നോക്കണം. സംഖ്യ കുംഭവും മകരവുമാണല്ലോ ശനിയുടെ സ്വക്ഷേത്രങ്ങളായിട്ടും മൂലക്ഷേത്രങ്ങളായിട്ടും വരിക. അപ്പോൾ ശനിയുടെ അവിടെ 8 പറയുന്ന സംഖ്യ വരുമ്പോൾ ശനിയാണ്, അത് മകരവും കുംഭമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അല്ലാതെ ജ്യോതിശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വിശേഷം കൂടെ അവിടെ ഉണ്ട്. കാരണം 7, 5, 12, 6, 8, 6, 4, 7, 13 പിന്നെ 10, 5 വരും എന്നാണ്. അപ്പോൾ നമുക്ക് 10, 5 മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും സംഖ്യകളായിട്ടാണ് കാണുന്നത്. 10 എന്ന് പറയുന്ന സംഖ്യയോടുകൂടി 8 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ 18ആയി. ആ 18 2 കൂടെ ചേർത്താൽ 9 എന്നൊരു സംഖ്യ വരും. അതും ഒരു കണക്കാണ്. രണ്ടാമത് കുംഭൻ രാശിയിലാണെന്നനുസരിച്ച് കുംഭൻ രാശിയിൽ ജനിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ മകരമോ കുംഭമോ രാശിയിൽ ജനിച്ചവരാണെങ്കിൽ ആ രാശി സംഖ്യയായിരിക്കുന്ന 5ഉം 8 കൂടെ ചേർത്താൽ 13ആയി. അപ്പോൾ 13നാണെങ്കിൽ 3ഉം 1ഉം 4ഉം ഈ സംഖ്യകളും. പക്ഷേ ഇതിന് സാധാരണയായിട്ട് ആൾ എടുക്കാറില്ല, പറഞ്ഞിട്ടുള്ള വിഷയം അല്ലെങ്കിൽ പോലും യുക്തിപരമായിട്ടുള്ള വിഷയം കൂടിയാണ് ഞാനിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 8ൽ പിടിച്ചാൽ നമുക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഖ്യകൾ നമുക്ക് പിടിച്ചൊക്കെ മുന്നോട്ട് പോകാം. എന്തായാലും അതിന് ജാതകവും കൂടിയൊക്കെ നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തീയതിയും അതിൽ കൂടി നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തി മുന്നോട്ട് പോകാം. പ്രശ്നമില്ല. നിങ്ങൾക്ക് 8 പറയുന്ന സംഖ്യ നല്ലതായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്കറിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ വിവരങ്ങളെല്ലാം അറിയിക്കുകയും വിളിക്കുകയോ ചെയ്യാം. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് കല്യാണം നടക്കുന്നില്ല എന്നോ, എനിക്ക് ജോലി കിട്ടുന്നില്ല എന്നോ, എനിക്ക് വിദേശത്ത് പോകാനൊന്നും സാധിക്കുമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിലിടരുത്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മറുപടി കിട്ടത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോട് ചോദിക്കുക. ഒന്നുകിൽ പോസിറ്റീവായോ നെഗറ്റീവായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാൻ തയ്യാറാണ്. ഇപ്പോൾ അങ്ങനെ ആവട്ടെ, നല്ലത് വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 8 പറയുന്ന സംഖ്യയിൽ നിന്ന് കാലം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.